IIT NIT പ്രവേശനങ്ങൾക്കുള്ള ജോസ ചോയ്സ് ഫില്ലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 18 വരെയാണ് സമയം. പാലക്കാട് ഉൾപ്പെടെ 23 IITകൾ, കോഴിക്കോട് ഉൾപ്പെടെ 31 NITകൾ, പാലാ ഉൾപ്പെടെ 26 IIITകൾ, ഷിബപൂർ IIEST എന്നിവയടക്കം 121 മികച്ച സ്ഥാപനങ്ങളിലെ വിവിധ പ്രോഗ്രാമുകളിലെ 2024-25 വർഷത്തെ പ്രവേശനത്തിന് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നടത്തി സീറ്റുകൾ അലോട്ട് ചെയ്യും. ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിക്കാണ് ഇതിൻ്റെ ചുമതല. വെബ്സൈറ്റ് josa.nic.in. 6 റൗണ്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും. IIT പ്രവേശനത്തിന് 5 റൗണ്ടുകൾ മാത്രം. ജൂലൈ 26 വരെ ജോസ പ്രക്രിയ തുടരും. JEE മെയിനിൽ യോഗ്യത നേടിയവർക്ക് IITകൾ ഒഴികെയുള്ള 98 സ്ഥാപനങ്ങളിലേക്ക് അഥവാ NIT+ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാം. സൈറ്റിലുള്ള ബിസിനസ് റൂൾസ്, FAQ എന്നിവ മനസ്സിലാക്കി വേണം രജിസ്ട്രേഷൻ ചെയ്യാൻ. IIT പ്രവേശനത്തിന് JEE അഡ്വാൻസ്ഡ് സ്കോർ വേണം. ഓരോ പ്രോഗ്രാമും ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന കൂട്ടിന് ജോസയിൽ അക്കാദമിക് പ്രോഗ്രാം എന്നാണ് പറയാറ്. അഥവാ നമ്മുടെ കേരള എൻട്രൻസിൽ നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് പോലെ. ഉദാഹരണത്തിന് ബോംബെ IITയിലെ BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒരു അക്കാദമിക് പ്രോഗ്രാമാണ്. അവിടുത്തെ തന്നെ BTech എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മറ്റൊരു പ്രോഗ്രാം. ഏതെങ്കിലും ഒരു ചോയ്സിലേക്ക് അലോക്കേഷൻ ലഭിച്ചാൽ അതിനു താഴെയുള്ള ചോയ്സുകൾ സ്വയം റദ്ദാകും. പക്ഷേ മുകളിൽ ഉള്ളവ നിലനിൽക്കും. അവയിലേക്ക് പിന്നീട് മാറാൻ അവസരം കിട്ടാം. രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങിനും ഫീസില്ല. സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ബിസിനസ് റൂൾസിലെ 1-ാം അനുബന്ധത്തിലുണ്ട്. അർഹതയുള്ളവർക്ക് NIT+ന് മാത്രമായോ IITകളിലേക്ക് മാത്രമായോ രണ്ടും കലർത്തിയോ ചോയ്സ് ഫില്ലിംഗ് നടത്താം. സ്ഥാപനങ്ങളുടെയും പ്രോഗ്രാമുകളുടെയും സ്വന്തം മുൻഗണനാക്രമം കാട്ടി വേണം ചോയ്സ് ഫില്ലിംഗ്. ലഭ്യമായ എത്ര ചോയ്സുകൾ വേണമെങ്കിലും സമർപ്പിക്കാം. ഇതിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. നിശ്ചിത സമയം വരെ ചോയ്സുകൾ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പരിഷ്കരിക്കാം. തുടർന്ന് ചോയ്സുകൾ ലോക്ക് ചെയ്യണം. ചെയ്യാത്ത പക്ഷം സമയം തീരുമ്പോൾ അവസാനമായി സേവ് ചെയ്ത് കിടക്കുന്ന ചോയ്സുകൾ തനിയെ ലോക്കാകും. JEE മെയിൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, JEE അഡ്വാൻസ്ഡ് ബ്രോഷർ എന്നിവയിലെ വ്യവസ്ഥകളിൽ നിന്ന് ബിസിനസ് റൂൾസിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഈ റൂൾസായിരിക്കും അനുവർത്തിക്കുക. ചിലർക്ക് 4 തരം സീറ്റുകൾക്ക് വരെ അർഹതയുണ്ടെങ്കിലും ഒരു സീറ്റ് മാത്രമാവും അലോട്ട് ചെയ്യുക. ജൂൺ 15-17 മോക്ക് സീറ്റ് അലോക്കേഷന് ശേഷം ആവശ്യമെങ്കിൽ ചോയ്സുകൾ മാറ്റി സമർപ്പിക്കാം. ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ് വെബ്സൈറ്റുകൾ നോക്കി അലോട്ട്മെൻറ്റ് മനസ്സിലാക്കണം. നേരിട്ട് അറിയിക്കില്ല. അലോട്ട്മെൻറ്റ് കിട്ടുന്ന മുറയ്ക്ക് ഇനീഷ്യൽ സീറ്റ് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സീറ്റ് സ്വീകരിക്കണം. ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ് ഇവയൊരു ഓപ്ഷൻ സമർപ്പിക്കണം. രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് 35,000 രൂപ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കണം. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ 17,500 രൂപ. ഇത് ഒരിക്കൽ മാത്രം അടച്ചാൽ മതി. ശേഷം ജോസ സൈറ്റിൽ നിന്ന് പ്രൊവിഷണൽ സീറ്റ് അലോക്കേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം. നിർദ്ദിഷ്ട സമയത്തിനകം ഓൺലൈൻ റിപ്പോർട്ടിംഗ് നടത്തിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വ്യവസ്ഥയിൽ നിന്ന് പുറത്താകും. ഫ്രീസ് എന്ന് പറഞ്ഞാൽ സീറ്റിൽ തൃപ്തിയുണ്ട്, ഇനി മാറ്റമേ വേണ്ട. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയത് സ്വീകരിക്കുന്നു, പക്ഷേ ഏതെങ്കിലും സ്ഥാപനത്തിലെ ഉയർന്ന ഓപ്ഷനുകൾ വരും റൗണ്ടുകളിൽ കിട്ടുന്നതിൽ താൽപ്പര്യമുണ്ട്. സ്ലൈഡ് അഥവാ മാറ്റത്തിൽ താൽപ്പര്യമുണ്ട്, പക്ഷേ ഇപ്പോൾ കിട്ടിയ സ്ഥാപനത്തിലെ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് മാത്രം. ഈ മൂന്നിലേതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള റൗണ്ടുകളിൽ പങ്കെടുക്കേണ്ടത്. ആദ്യ ചോയ്സ് തന്നെ കിട്ടിയവർക്ക് ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലൈഡ് ഇല്ല. അവർ ഫ്രീസ് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് പുറത്താകും. 6-ാം റൗണ്ടിൽ ഫ്രീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. IIT അല്ലാത്ത സ്ഥാപനത്തിൽ നിന്ന് IITയിലേക്ക് മാറ്റം വന്നാൽ രേഖകളെല്ലാം ശരിയെന്ന് IITയിൽ ബോധ്യപ്പെടുത്തണം. IITയിൽ നിന്ന് IIT അല്ലാത്ത സ്ഥാപനത്തിലേക്കാണ് മാറ്റമെങ്കിൽ മാറിയെത്തുന്ന വിഭാഗത്തിലെ സ്ഥാപനത്തിൽ രേഖകളുടെ കാര്യം ഉറപ്പിക്കണം. ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നവർ വ്യത്യസ്ത സ്ഥാപനങ്ങളിലായി 2 തവണ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടി വരും. തുടക്കത്തിൽ കൃത്യസമയത്തിനകം രജിസ്റ്റർ ചെയ്യുകയോ ചോയ്സ് ഫില്ലിംഗ് നടത്തുകയോ ചെയ്യാത്തവരെ ഇക്കൊല്ലം പ്രവേശനത്തിന് പരിഗണിക്കുകയില്ല. ചോയ്സ് ഫില്ലിങ്ങിനുള്ള നേരം അവസാനിച്ചു കഴിഞ്ഞ് അൺലോക്കില്ല. NIT+ താൽക്കാലിക അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജോസ് 5-ാം റൗണ്ടിന് ശേഷം 45,000 രൂപ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കണം. പട്ടിക പിന്നാക്ക ഭിന്നശേഷി വിഭാഗക്കാർ 20,000 രൂപ. JEE അഡ്വാൻസ്ഡിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് താഴെ പറയുന്ന ശതമാനമെങ്കിലും മാർക്ക് വേണം. കോമൺ റാങ്ക് ലിസ്റ്റുകാർക്ക് ഓരോ വിഷയത്തിനും 10, 3-നും ചേർത്ത് 35. പട്ടിക സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർക്ക് യഥാക്രമം 9, 31.5. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 5, 17.5.
പട്ടിക വിഭാഗക്കാർക്ക് സാധാരണ രീതിയിൽ പ്രവേശനം കിട്ടാത്ത പക്ഷം IITയിൽ 1 വർഷം പരിശീലനം നൽകി വിജയിക്കുന്നവരെ അവിടെ പ്രവേശിപ്പിക്കുന്ന പ്രിപ്പറേറ്ററി കോഴ്സുണ്ട്. ഇതിലെ റാങ്ക് ലിസ്റ്റിൽ പെടാൻ യഥാക്രമം 2.5, 8.75. ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ IIT വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിലെത്തിച്ചേരാം. NIT+ വിദ്യാർത്ഥികൾക്ക് ജോസയ്ക്ക് ശേഷമുള്ള ഒഴിവുകളിലേക്ക് സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് വെബ്സൈറ്റ് csab.nic.in സ്പെഷ്യൽ റൗണ്ടുകളിലും ആവശ്യമെങ്കിൽ പങ്കെടുക്കാം. ഇതുകൂടി കഴിഞ്ഞിട്ട് സ്ഥാപനത്തിലെത്തിച്ചേർന്നാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുവാൻ, +2 മാർക്ക് അല്ലെങ്കിൽ % അടക്കം IIT NIT+ പ്രവേശനത്തിനുള്ള യോഗ്യത നേടിയിരിക്കണം. മോക്ക് അലോട്ട്മെൻറ്റ് നോക്കി ചോയ്സുകൾ പരിഷ്കരിക്കാം. സീറ്റ് അക്സെപ്റ്റൻസ് ഫീസിൽ 5000 രൂപ പ്രോസസ്സിങ്ങിന് എടുത്തിട്ട് ബാക്കി പ്രവേശന ഫീൽ വകവെച്ച് തരും. IIT സീറ്റ് സ്വീകരിച്ചവർക്ക് 4 റൗണ്ട് വരെ, അതായത് ജൂലൈ 16 വൈകിട്ട് 5 മണി സീറ്റ് വേണ്ടെന്ന് വയ്ക്കാം. NIT+ വിഭാഗത്തിൽ 6 റൗണ്ടിലും സീറ്റ് വേണ്ടെന്ന് വയ്ക്കാം. JEE മെയിനിലെ 2A, 2B പേപ്പറുകളിലെ സ്കോർ നോക്കി BAർക്ക്, B പ്ലാനിംഗ് പ്രോഗ്രാമുകൾക്ക് വിശേഷ റാങ്ക് ലിസ്റ്റുകളുണ്ട്. NITകൾ ഷിപ്പൂർ, IIEST, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ വിശേഷ ക്വാട്ട സമ്പ്രദായമുണ്ട്. HS അഥവാ ഹോം സ്റ്റേറ്റ് പൊതുവെ 50% സീറ്റ് സ്ഥാപനം നിലകൊള്ളുന്ന സംസ്ഥാനക്കാർക്ക്. OS അഥവാ അതർ സ്റ്റേറ്റ് സ്ഥാപനം നിലകൊള്ളുന്ന സംസ്ഥാനക്കാരല്ലാത്തവർ. ഇക്കാര്യത്തിൽ നേരിയ വ്യത്യാസമുള്ള കേസുകൾ ബിസിനസ് റൂൾസിൽ വിശദമാക്കിയിട്ടുണ്ട്. കേരളീയർക്ക് അന്യസംസ്ഥാനങ്ങളിലെ NITകളിൽ OS കോട്ടയിൽ അവസരമുണ്ട്. വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി IITകളിലും NITകളിലും മറ്റു ചില സ്ഥാപനങ്ങളിലും 20% വരെ ഫീമെയിൽ ഓൺലി അധിക സീറ്റുകളുണ്ടാകും. ജോസ 2024 സമയക്രമം. JEE അഡ്വാൻസ്ഡ് ഫലം നിലവിൽ വന്നിട്ടുണ്ട്. IIT ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷാഫലം ജൂൺ 14 വൈകിട്ട് 5 മണിക്ക് വരും. ജൂൺ 10 വൈകിട്ട് 5 മണി വരെ. ജൂൺ 10 വൈകിട്ട് 5 മണി രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിങ്ങിന് തുടക്കം. IIT അഭിരുചി പരീക്ഷാഫലം ഉപയോഗിച്ചുള്ള ചോയ്സുകൾ 14 ഫലപ്രഖ്യാപനത്തിന് ശേഷം തുടങ്ങാം. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചു തുടങ്ങാം. 15 ഉച്ചകഴിഞ്ഞ് 2 മണി. മോക്ക് സീറ്റ് അലോക്കേഷൻ 14 വൈകിട്ട് 8 മണി വരെയുള്ള ചോയ്സ് നോക്കി ചെയ്യാം. 17 ഉച്ചകഴിഞ്ഞ് 12:30. മോക്ക് സീറ്റ് അലോക്കേഷൻ 16 വൈകിട്ട് 5 വരെയുള്ള ചോയ്സ് നോക്കി വേണമെങ്കിൽ ചോയ്സുകൾ ലോക്ക് ചെയ്യാം. 18 വൈകിട്ട് 5 മണി. ചോയ്സ് ഫില്ലിംഗ് അവസാനിക്കും. ചോയ്സുകൾ തനിയെ ലോക്ക്ഡ് ആകും. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കാനുള്ള സൗകര്യം അവസാനിക്കും. 20 രാവിലെ 10 1 റൗണ്ട് സീറ്റ് അലോക്കേഷൻ. 20 വൈകിട്ട് 5 മുതൽ 25 വരെ ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഫീസ് അടക്കൽ രേഖകളുടെ പരിശോധന. 24 വൈകിട്ട് 5 മണി 1 റൗണ്ട് ഫീസ് സ്വീകരിക്കുന്നത് അവസാനിക്കും. 27 വൈകിട്ട് 5 മണി. നിർദ്ദിഷ്ട നടപടികൾക്ക് ശേഷം 2 റൗണ്ട് സീറ്റ് അലോക്കേഷൻ. തുടർന്ന് 3, 4, 5, 6 റൗണ്ടുകൾ. വിശദവിവരങ്ങൾ സൈറ്റിലുണ്ട്. IIT പ്രവേശനത്തിന് 5 റൗണ്ട് മാത്രമാണ്. സംശയ പരിഹാരത്തിന് IITകളിലേക്കുള്ള ഫോൺ നമ്പർ 044 22 57 92 20 അല്ലെങ്കിൽ josa@iitm.ac.in. മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള ഫോൺ നമ്പർ 960 69 46 338. ഇമെയിൽ അഡ്രസ് csab2024@nitk.edu.in. ജോസയുടെ ഫീസ് നിരക്ക്. IIT, NIT തുടങ്ങിയ മികച്ച സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലുള്ള ജോസ സീറ്റ് അലോക്കേഷൻ സമയത്ത് ഓൺലൈനായി അടയ്ക്കേണ്ട ഫീസ് നിരക്കുകൾ താഴ്പറയുന്ന രീതിയിലാണ്. 1. ആദ്യ റൗണ്ടിൽ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ 35,000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ 17,500 രൂപ. B. NIT+ താൽക്കാലിക അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജോസ 5 റൗണ്ടിനൊടുവിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീ 45,000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ 20,000 രൂപ. കൃത്യസമയത്ത് തുക അടക്കാതിരുന്നാൽ പ്രവേശനം ലഭിക്കില്ല. വെബ്സൈറ്റ് josa.nic.in. അവസാന റാങ്കുകൾ. കഴിഞ്ഞ വർഷം ഓരോ റൗണ്ടിലും ഓരോ ബ്രാഞ്ചിലും ഓരോ കാറ്റഗറിയിലും പ്രവേശനം കിട്ടിയവരിലെ അവസാന റാങ്ക് അറിയാൻ ഈ വെബ്സൈറ്റിലെ വാട്ട്സ് ന്യൂ എന്ന ലിങ്ക് നോക്കാം. IIT റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ JEE അഡ്വാൻസ്ഡിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് താഴെ പറയുന്ന തോതിലെങ്കിലും മാർക്ക് വേണം. കട്ട് ഓഫിനുള്ള മാർക്കും ശതമാനവും അതിനെ തുല്യമായി നിജപ്പെടുത്തിയിട്ടുള്ള മാർക്കുമാണ്. ഓരോ വിഷയത്തിനും പരമാവധി മാർക്ക് 120, 3 വിഷയങ്ങൾക്കും ചേർത്ത് 360. പൂർണ്ണവിവരങ്ങൾ gadv.ac.in എന്ന സൈറ്റിലെ ക്വാളിഫയിങ് മാർക്സ് എന്ന ലിങ്കിലുണ്ട്. കട്ട് ഓഫിന് വേണ്ടത് കോമൺ റാങ്ക് ലിസ്റ്റുകാർക്ക് ഓരോ വിഷയത്തിനും 8.68% അഥവാ 10 മാർക്ക്. 3 വിഷയങ്ങൾക്കും ചേർത്തിട്ട് 30.34% അഥവാ 109 മാർക്ക്. സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർക്ക് ഓരോ വിഷയത്തിനും 7.8% മാർക്ക്, അതായത് 9 മാർക്ക്. 3 വിഷയങ്ങൾക്കും ചേർത്ത് 27.3% മാർക്ക്, അതായത് 98 മാർക്ക്. പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് 4.34
ശതമാനം മാർക്ക്, അതായത് 5 മാർക്ക്. 3 വിഷയങ്ങൾക്കും ചേർത്ത് 15.17% അഥവാ 54 മാർക്ക്. പട്ടിക വിഭാഗക്കാർക്കുള്ള പ്രിപ്പറേറ്ററി കോഴ്സിന് 2.17% അഥവാ 2 മാർക്ക്. 3 വിഷയങ്ങൾക്കും ചേർത്ത് 7.58% അഥവാ 27 മാർക്ക്. ജോസയിലൂടെ ഈ വർഷം പ്രവേശനം നേടാവുന്ന എല്ലാ സീറ്റുകളുടെയും കൃത്യവിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. IIT, NIT, IIIT തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഓരോന്നിലും, ഓരോ ബ്രാഞ്ചിനും, ഓരോ കാറ്റഗറിയിലും ജെൻഡർ ന്യൂട്രൽ, വനിതകൾ മാത്രം വിഭാഗങ്ങളിൽ ഓപ്പൺ ഭിന്നശേഷി, പിന്നാക്കം, പട്ടികജാതി മുതലായ ഉപവിഭാഗങ്ങളിൽ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം josa.nic.in/seat matrix എന്ന സൈറ്റിലുണ്ട്. ഇക്കാര്യം കൂടി മനസ്സിൽ വെച്ച് വേണം ചോയ്സ് ഫില്ലിംഗ് നടത്താൻ. ചോയ്സുകൾ നൽകിക്കഴിഞ്ഞവർക്ക് 18-ന് വൈകിട്ട് 5 വരെ അത് പരിഷ്കരിച്ച് സമർപ്പിക്കാനും സൗകര്യമുണ്ട്. ചോദിച്ചിട്ടില്ലാത്ത സീറ്റിൽ ഒഴിവുണ്ടെങ്കിൽ പോലും പ്രവേശനത്തിന് പരിഗണിക്കില്ല.